ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമാണ്. സ്റ്റോറിയാണ് ദ മർച്ചൻ്റ് ഓഫ് വെനീസ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ പാഠത്തിൻ്റെ സമ്മറിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വില്യം ഷേക്സ്പിയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് മർച്ചൻ്റ് ഓഫ് വെനീസ്, വെനീസിലെ വ്യാപാരി. ഇവിടെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വെനീസ് പട്ടണത്തിലെ സത്യസന്ധനായ അന്റോണിയോ എന്ന വ്യാപാരിയുടെ സുഹൃത്തായ ബസാനിയോ, അതേപോലെ തന്നെ ബസാനിയോയുടെ പോർഷ്യ എന്ന യുവതി ബസാനിയോ സ്നേഹിച്ചിരുന്ന പോർഷ്യ എന്ന യുവതി. ഇതാണ് 3 പ്രധാനപ്പെട്ട ക്യാരക്ടർ. അതേപോലെ തന്നെ ഇതിലുള്ള വേറൊരു ദുഷ്ടനായ കഥാപാത്രമാണ് ഷൈലോക്ക്, അതായത് പലിശക്ക് പണം കൊടുക്കുന്ന ആൾ. ഇവരാണ് ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. The story is about a young man named Bassanio who wants to marry a rich woman named Portia. അപ്പോൾ ബസാനിയോക്ക് ആരെ ആണ് കല്യാണം കഴിക്കേണ്ടത്? പോർഷ്യയാണ്. പോർഷ്യ എന്ന് പറയുന്നത് വളരെ ധനികയായ ഒരു സ്ത്രീയാണ്. ഹവർ ബസാനിയോ ഡസൻറ്റ് ഹാവ് എനഫ് മണി ടു വൂ പോർട്ടിയ. അപ്പോൾ പോർട്ടിയെ സ്വന്തമാക്കാനുള്ള പൈസയൊന്നും ആരെ കയ്യിലില്ല? ബസാനിയോയുടെ കയ്യിലില്ല. സോ ഈ ആസ്ക്ഡ് ഹിസ് ഫ്രണ്ട് ആൻറ്റോണിയോ ഫോർ ഹെൽപ്പ്. അപ്പം ഫ്രണ്ടായ ആൻറ്റോണിയോയോട് ഹെൽപ്പ് ചോദിച്ചു. ആൻറ്റോണിയോ ബൊറോസ് മണി ഫ്രം എ ഗ്രീഡി മണി ലെൻഡർ നെയ്മഡ് ഷൈലോക്ക് ഹൂ ഹെയ്റ്റ്സ് ആൻറ്റോണിയോ. അപ്പോൾ ആൻറ്റോണിയോ ആരോടാണ് പണം കടമേടിക്കുന്നത്? ഷൈലോക്കിൽ നിന്നാണ്. ഷൈലോക്ക് എന്ന് പറയുന്നത് അത്യാഗ്രഹിയായ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ആളായിരുന്നു. അയാളാണെച്ചാൽ ആൻറ്റോണിയോ വളരെയധികം വെറുത്തിരുന്നു. ഷൈലോക്ക് ഡിമാൻഡ്സ് എ പൗണ്ട് ഓഫ് ഫ്ലഷ് ഫ്രം ആൻറ്റോണിയോ ഇഫ് ഹി കാൺ റീപേ ദ ലോൺ. അപ്പോൾ ഈ പൈസ തിരിച്ചടിച്ചില്ലെങ്കിൽ ആൻറ്റോണിയോ എന്ത് കൊടുക്കണം? ഷൈലോക്കിന് ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ്, മാംസം കൊടുക്കണം. മീൻവൈൽ പോർഷ്യ ഡിസ്ക്യൂസസ് ഹെർസെൽഫ് ആസ് എ ലോയർ ആൻഡ് സേവ്സ് ആൻറ്റോണിയോ ഫ്രം ഷൈലോക്സ് ക്രൂവൽ പ്ലാൻ. അപ്പോൾ ഷൈലോക്കിൻ്റെ ഈ ഒരു പ്ലാനിൽ നിന്ന് ആരാണ് രക്ഷിക്കുന്നത്? പോർഷ്യയാണ്. പോർഷ്യ ഒരു ലോയറായിട്ട് വരികയാണ്, എന്നിട്ട് ആൻറ്റോണിയയെ രക്ഷിക്കുകയാണ്. ഇൻ ദ എൻഡ് ബസാനിയ ആൻഡ് പോർഷ്യ ഗെറ്റ്സ് മാരീഡ് ആൻഡ് ആൻറ്റോണിയ ഷിപ്സ് റിട്ടേൺ സേഫ്ലി മേക്കിംഗ് ഹിം റിച്ച് എഗെയിൻ. അങ്ങനെ ഈ കഥയുടെ അവസാനം എന്ന് പറയുന്നത് ബസാനിയവും പോർഷ്യയും കല്യാണം കഴിക്കുകയാണ്. അതേപോലെ തന്നെ ആൻറ്റോണിയോയുടെ ഷിപ്പൊക്കെ സുരക്ഷിതമായി തിരികെ വരികയും ആൻറ്റോണിയോ റിച്ചായി മാറുകയും ചെയ്യുന്നു. The play shows the kindness and mercy are more important than revenge and greed. അപ്പോൾ ഈ ഒരു പ്ലേയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ദയയും അതേപോലെ കാരുണ്യവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. റിവെഞ്ചും അതേപോലെ തന്നെ ഗ്രീഡും ഒന്നുമല്ല, പ്രതികാരവും അത്യാഗ്രഹവും ഒന്നല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ദയയും സ്നേഹവും ഒക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. പോർഷ്യാസ് ക്ലവർനെസ് ആൻഡ് ബ്രേവറി സേവ് ദ ഡേ ആൻഡ് ദ പ്ലേ എൻഡ്സ് ഓൺ എ ഹാപ്പി നോട്ട്. അങ്ങനെ അതൊരു ശുഭമായി അവസാനിക്കുന്ന ഒരു പ്ലേ ആണ്. ഇത്രയാണ് സമ്മറി. ഇനി പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ഡിഡ് ബസാനിയോ അപ്രോച്ച് ആൻറ്റോണിയോ? അപ്പോൾ എന്തിനാണ് ബസാനിയോ ആൻറ്റോണിയോയെ അടുത്ത് ചെന്നത്? ബസാനിയോ അപ്രോച്ച്ഡ് ആൻറ്റോണിയോ ബിക്കോസ് ഹി നീഡഡ് ഫൈനാൻഷ്യൽ ഹെൽപ്പ്. എന്തിനാണ്? ഫൈനാൻഷ്യൽ ഹെൽപ്പിനാണ്. ഓക്കെ, എന്തിനാണ്? To pursue Portia, a wealthy heiress. അപ്പോൾ പോർഷ്യയെ സ്വന്തമാക്കാൻ, പോർഷ്യ എന്ന് പറയുന്നത് വളരെ ധനികയായ ഒരു സ്ത്രീയാണ്. ഓക്കെ, ഹെയറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹെയറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തരാവകാശി എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അടുത്തത്: ഹൂ വാസ് ഷൈലോക്ക് ആൻഡ് ഹൗ ഡിഡ് ഹി ബിക്കം റിച്ച്? ആരാണ് ഷൈലോക്ക്? ഷൈലോക്ക് എങ്ങനെയാണ് വലിയ റിച്ചായി മാറിയത്? ഷൈലോക്ക് വാസ് എ മണി ലെൻഡർ ഹൂ ബിക്കെയിം റിച്ച് ബൈ ലെൻഡിങ് മണി അറ്റ് വെരി ഹൈ ഇൻട്രസ്റ്റ് ടു മെർച്ചൻസ്. അപ്പോൾ ഷൈലോക്ക് എന്ന് പറയുന്നത് ഒരു പലിശക്കാരനാണ്. അദ്ദേഹം എങ്ങനെയാണ് റിച്ചായത്? വളരെ വലിയ തോതിലുള്ള പലിശക്ക് കടം കൊടുത്തിട്ടാണ് റിച്ചായത്. വൈ ഡി ഷൈലോക്ക് ഹെയ്റ്റ് ആൻറ്റോണിയോ? എന്തുകൊണ്ടാണ് ഷൈലോക്ക് ആൻറ്റോണിയെ വെറുക്കാനുള്ള കാരണം? ഷൈലോക്ക് ഹെയ്റ്റഡ് Antonio because Antonio used to lend money to needy people without taking any interest, which made Shylock's business suffer. അപ്പോൾ എന്തുകൊണ്ടാണ് ആൻറ്റോണിയോ
ഷൈലോക്ക് വെറുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്റോണിയോ പൈസ കടം കൊടുക്കുമായിരുന്നു. വിത്തൗട്ട് ടേക്കിംഗ് എനി ഇൻട്രസ്റ്റ്, പലിശയൊന്നും വാങ്ങാതെ അത് ആവശ്യമുള്ള ആൾക്കാർക്ക് അന്റോണിയോ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു. അപ്പോൾ വിച്ച് മേഡ് ഷൈലോക്സ് ബിസിനസ് സഫർ. അപ്പോൾ അത് ഷൈലോക്കിൻ്റെ ബിസിനസ്സിനെ വളരെയധികം ബാധിച്ചു. അഡീഷണലി അന്റോണിയോ ഹാഡ് ഇൻസൾട്ടഡ് ഷൈലോക്ക് മെനി ടൈംസ്. അതും കൂടാതെ അന്റോണിയോ ഒരുപാട് തവണ ഷൈലോക്കിനെ അപമാനിച്ചിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വാട്ട് വാസ് അന്റോണിയോസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഷൈലോക്ക്. എന്താണ് അന്റോണിയോയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? അന്റോണിയോസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഷൈലോക്ക് വാസ് വൺ ഓഫ് ഡിസ്ലൈക്ക് ആൻഡ് ഡിസ്ട്രസ്റ്റ്. അപ്പോൾ അന്റോണിയോക്ക് ഷൈലോക്കിന് അത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. വാസ് വൺ ഓഫ് ഡിസ്ലൈക്ക് ആൻഡ് ഡിസ്ട്രസ്റ്റ്. വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നാണ് പറയുക. ഹീ ന്യൂ ദാറ്റ് ഷൈലോക്ക് വാസ് എ ഹാർഡ് ഹാർട്ടഡ് ആൻഡ് ഗ്രീഡി മാൻ. അപ്പോൾ ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു കഠിന ഹൃദയനും അതേപോലെ തന്നെ എന്താണ് ഒരു അത്യാഗ്രഹിയുമായിട്ടുള്ള ആളാണെന്ന് ആർക്കറിയാം? അന്റോണിയോക്ക് അറിയാം. ഇതാണ് അന്റോണിയോയുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഹൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് അവിടെ നമ്മുടെ വൊക്കാബുലറി കൊടുത്തിട്ടുണ്ട്. ഹൈറസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി എന്നാണ് അർത്ഥം. എ വുമൺ ഹൂ ഇൻഹെറിറ്റ്സ് പ്രോപ്പർട്ടി, ടൈറ്റിൽ ഓർ വെൽത്ത്. ഡുക്കാറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൻ ഓൾഡ് യൂണിറ്റ് ഓഫ് കറൻസി എസ്പെഷ്യലി ഇൻ ഇറ്റലി ആൻഡ് അതർ യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ട് പണ്ട് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ പേരാണ്. ഇനി ലാഡൻ വിത്ത് മെർക്കൻഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരിങ് ഓർ ലോഡഡ് വിത്ത് ഗുഡ്സ് ഓർ കാർഗോ, അതായത് വ്യാപാരത്തിനുള്ള ചരക്കുകൾ, അതിനെയാണ് ലാഡൻ വിത്ത് മെർക്കൻഡൈസ് എന്ന് പറയാം. മേരി സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മേരി സ്പോട്ട് ആൻ ആക്ടിവിറ്റി ഓർ അമ്യൂസ്മെൻറ്റ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ലൈറ്റ് ഹാർട്ടഡ്. ദാറ്റ് ഈസ് എൻജോയബിൾ, അതായത് തമാശ അല്ലെങ്കിൽ ഒരു നേരം പോക്ക്, അതിനെയാണ് മേരി സ്പോട്ട് എന്ന് പറയുന്നത്. ട്രെയിൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എസ്പെഷ്യലി അറ്റൻഡൻസ് ഓർ ഫോളോവേഴ്സ് അക്കമ്പനിങ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ്, അതായത് ഒരു എന്താണ് നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ ആനിമൽസ് വിച്ച് ഫോളോ സംവൺ, അതായത് അകമ്പടിക്കാർ എന്നൊക്കെ പറയില്ലേ, ഒരാളുടെ പിറകെ ഒരു കൂട്ടം ആൾക്കാർ പോകുന്നതിനാണ് ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വാട്ട് വർ ദ കണ്ടീഷൻസ് ഇൻ ദ ബോണ്ട് സൈൻഡ് ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ഷൈലോക്ക്. അപ്പോൾ അന്റോണിയോ ഷൈലോക്കും ഒരു ബോണ്ട് സൈൻ ചെയ്തു. അതിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ദ കണ്ടീഷൻ ഇൻ ദ ബോണ്ട് സൈൻഡ് ബിറ്റ്വീൻ അന്റോണിയോ ഷൈലോക്ക് വർ ദാറ്റ് ഇഫ് അന്റോണിയോ ഫെയിൽഡ് ടു റീപേ എ ലോൺ ഓഫ് 3000 ducats, Shylock would be entitled to cut off a pound of flesh from any part of Antonio's body. അപ്പോൾ അവർ തമ്മിലുള്ള അഗ്രിമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3000 പൗണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഷൈലോക്കിന് എന്ത് വെട്ടാം? ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ്, അതായത് മാംസം ഏതെങ്കിലും ഭാഗത്ത് നിന്ന്, അന്റോണിയോയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഫ്ലഷ് കട്ട് ചെയ്യാം. ഇത്രയാണ് അവർ തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റ്. No, cried Bassanio. You shall run no such risk for me. What is the risk referred to here? നീ അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കണ്ടെന്ന് ബസാനിയോ പറയുന്നുണ്ട്. എന്താണ് ആ റിസ്ക്? ദ റിസ്ക് റെഫേർഡ് ടു ഹിയർ ഈസ് ദാറ്റ് അന്റോണിയോ വുഡ് ഫോർഫീറ്റ് എ പൗണ്ട് ഓഫ് ഫ്ലഷ് ടു ഷൈലോക്ക് ഇഫ് ഹി ഫെയിൽഡ് ടു റീപേ ദ ലോൺ വിച്ച് വുഡ് പുട്ട് ഹിസ് ലൈഫ് ഇൻ ഡേഞ്ചർ. ഇപ്പോൾ ഒരു കഷ്ണം മാംസം ശരീരത്തിൽ നിന്ന് കൊടുത്താൽ അത് ആ ജീവനെ തന്നെ അപകടത്തിലാക്കും. അതുകൊണ്ടാണ് ആ റിസ്ക് ഒന്നും എടുക്കണ്ട എന്ന് ബസാനിയോ പറയുന്നത്. വാട്ട് വർ ദ കാസ്കറ്റ്സ് മെയ്ഡ് ഓഫ്? കാസ്കറ്റ്സ് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ചോദ്യം. കാസ്കറ്റ്സ് അവർ മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ ആൻഡ് ലെഡ്. എന്തുകൊണ്ടാണ് ഗോൾഡ്, സിൽവർ ആൻഡ് ലെഡ്? ഇപ്പോൾ കാസ്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെപ്പ് അല്ലെങ്കിൽ ചെറിയ ആഭരണപ്പെട്ടി, ഇതിനെയാണ് കാസ്കറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വൈ ഡിഡ് പോർഷ്യ അറൈവ്ഡ് ഇൻ വെനീസ് ഡിസ്ഗസ്ഡ് ആസ് എ ലോയർ? എന്തിനാണ് പോർഷ്യ അവിടെ ലോയറായിട്ട് എത്തിയത് എന്നാണ് അടുത്ത ചോദ്യം. എന്തിനാണ്? Portia arrived in Venice disguised as a lawyer to defend Antonio in court as women were not allowed to practice law at that time. അപ്പം വേഷം മാറിയിട്ടാണ് പോർഷ്യ വെനീസിലെത്തിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ വനിതകൾക്ക് അവിടെ കോടതിയിൽ ലോയറായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പോർഷ്യ എന്താണ് വേഷം മാറിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വേഷം മാറിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആകാം. അപ്പം ഡ്രെഡ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രെഡ്ഫുൾ, എക്സ്ട്രീംലി ബാഡ് ഓർ അൺപ്ലസൻറ്റ്, അതാണ് ഡ്രെഡ്ഫുളിൻ്റെ അർത്ഥം.
ഈ സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എ സ്റ്റേറ്റ് ഓഫ് ആൻഷ്യൻസ് ഓഫ് അൺസർണിറ്റി. ഓക്കെ, സസ്പെൻസ്. നെക്സ്റ്റ് പ്ലീഡ്. പ്ലീഡ് എന്ന് പറഞ്ഞാൽ ടു ആസ്ക് ഓർ ബെഗ് ഫോർ സംതിങ്, എന്തെങ്കിലും കാര്യത്തിന് യാചിക്കുക, അതിനെയാണ് പ്ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധിക്കുക. ദ ആക്ട് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഓർ സപ്പോർട്ടിങ് സം വൺ ഓർ സംതിങ്. ഓക്കെ, ഇനി ബ്ലണ്ട്ലി. ബ്ലണ്ട്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലണ്ട്ലി തുറന്നടിച്ച്, മടിയില്ലാതെ എന്നുള്ള ഒരു അർത്ഥമാണ് ബ്ലണ്ട്ലി. ഇൻ എ ഡയറക്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് വേ വിത്തൗട്ട് ട്രൈങ് ടു ബി പൊളൈറ്റ്. പൊളൈറ്റ് ഒന്നും ആവാണ്ട് തുറന്നടിച്ച് ചോദിക്കുന്നതിനെയാണ് ബ്ലണ്ട്ലി എന്ന് പറയുന്നത്. ഇനി കാസ്കറ്റ്സ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കാസ്കറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ചെപ്പ് അല്ലെങ്കിൽ ആഭരണപ്പെട്ടി. ബോക്സസ് ഓർ ചെസ്റ്റ് എസ്പെഷ്യലി ഓർണേറ്റ് വൺസ്. കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മതം അല്ലേ? ടു ഗേവ് പെർമിഷൻ ഓർ അഗ്രിമെൻറ്റ്. ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുകെട്ടുക. ടു ലൂസ് ഓർ ഗിവ് അപ്പ് സംതിങ് എസ്പെഷ്യലി ആസ് എ പെനാൾട്ടി. ഓക്കെ, അതിനെയാണ് ഫോർഫീറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ പിഴയായിട്ട് കൊടുക്കുക. ഇതിനെയാണ് ഫോർഫീറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഷൈലോക്ക് ഇൻസിസ്റ്റ് ഓൺ ഹാവിങ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ്? എന്തുകൊണ്ടാണ് ഈ ഷൈലോക്ക് ഈ ഫ്ലഷ് തന്നെ വേണമെന്ന് പറഞ്ഞ് അതിൽ തന്നെ ഉറച്ച് നിന്നത്? അതിനെന്തിനാണ് നിർബന്ധം പിടിച്ചതെന്നാണ് ചോദ്യം, 9ാമത്തെ ചോദ്യം. Shylock insisted on having the pound of flesh because he wanted revenge against Antonio. ആൻ്റോണിയോക്കെതിരെ റിവെഞ്ച് എടുക്കണം. Who had insulted him and treated him with contempt. അപ്പോൾ വളരെയധികം മോശമായിട്ടാണ് ആൻ്റോണിയ ഷൈലോക്കിനെ പെരുമാറിയത്. കാരണം ഷൈലോക്കിൻ്റെ പെരുമാറ്റം തന്നെയാണ്. അപ്പോൾ അതിനെതിരായിട്ട് എന്തായാലും റിവെഞ്ച് എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് വേറെ ഒന്നും വേണ്ട, എനിക്ക് പൗണ്ട് ഓഫ് ഫ്ലഷ് മാത്രം മതി എന്ന് ഷൈലോക്ക് ആവർത്തിച്ച് പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഡിസ്ഗ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസ്ഗ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഷം മാറുക. വിയറിങ് ക്ലോത്ത്സ് ഓർ അപ്പിയറൻസ് ടു ഹൈഡ് വൺസ് ട്രൂ ഐഡൻറ്റിറ്റി. നമ്മുടെ ശരിയായ ഐഡൻറ്റിറ്റി മറച്ചു വെക്കാൻ വേഷം മാറുക. കൗൺസിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൗൺസിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമോപദേഷ്ടാവ്. എ പേഴ്സൺ ഹൂ ഗീവ്സ് അഡ്വൈസ് എസ്പെഷ്യലി ആസ് എ ലോയർ. ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫോർമൽ എക്സാമിനേഷൻ ഓഫ് എവിഡൻസ് ഇൻ ദ കോർട്ട് ഓഫ് ലോ. അതിനാണ് ട്രയൽ എന്ന് പറയുന്നത്. എലക്കൻ്റ്ലി എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ഫ്ലുവൻ്റ്ലി ആൻഡ് പെർസ്യൂസ്ലി. അതായത് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതിനാണ് എലക്കൻ്റ്ലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആട്രിബ്യൂട്ട്. എ ക്വാളിറ്റി ഓർ ഫീച്ചർ ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സംവൺ ഓർ സംതിങ്. ഗുണങ്ങൾ, അതിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡി ഷൈലോക്ക് റെഫ്യൂസ് ദ മണി ഓഫേർഡ് ബൈ ബസാനിയോ? ബസാനിയോ ഓഫർ ചെയ്തു, കുറച്ച് പൈസ ഓഫർ ചെയ്തു, അത് വേണ്ട എന്ന് പറയാൻ കാരണം എന്താണ്? ഷൈലോക്ക് റെഫ്യൂസ്ഡ് ദ മണി ഓഫേർഡ് ബൈ ബസാനിയോ ബിക്കോസ് ഹി വാണ്ടഡ് റിവെഞ്ച് അഗെയിൻസ്റ്റ് ആൻ്റോണിയോ ആൻഡ് വാസ് ഡിറ്റർമിൻ ടു ഗെറ്റ് എ പൗണ്ട് ഓഫ് ഫ്ലഷ് ആസ് സ്റ്റേറ്റഡ് ഇൻ ദ ബോണ്ട്. അപ്പോൾ റിവെഞ്ച് എടുക്കണം, അതേപോലെ തന്നെ ആ പൗണ്ട് ഓഫ് ഫ്ലഷ് വേണം, അതുകൊണ്ട് തന്നെ പൈസയൊന്നും സ്വീകരിച്ചില്ല. ഇനി പെർസ്വേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസ്വേഡ്, അതായത് ടു കൺവിൻസ് സമൺ ടു ഡു ഓർ ബിലീവ് സംതിങ്. ഒരാളെ കൺവിൻസ് ചെയ്യിക്കുക, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിപ്പിക്കുക, അതിനെയാണ് പെർസ്വേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആഗണി. എക്സ്ട്രീം ഫിസിക്കൽ ഓർ മെൻ്റൽ സഫറിങ്, അതിനെയാണ് ആഗണി എന്ന് പറയുന്നത്. സെൻറ്റൻസ്. എ പണിഷ്മെൻറ്റ് ഗിവൺ ബൈ കോർട്ട് ഓഫ് ലോ. ശിക്ഷയൊക്കെയാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിയറിംഗ് ദീസ് ഷൈലോക്ക് വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. വൈ വാസ് ഷൈലോക്ക് കൺഫ്യൂസ്ഡ്? ഇത് കേട്ടപ്പോൾ ഷൈലോക്ക് വളരെയധികം എന്താണ് കൺഫ്യൂസായി. എന്തുകൊണ്ടാണ്? എന്ത് കേട്ടപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. ഷൈലോക്ക് വാസ് കൺഫ്യൂസ്ഡ് ബിക്കോസ് ഹി റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു കട്ട് ഓഫ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ് വിത്തൗട്ട് ഷെഡിങ് സം ഓഫ് അന്റോണിയോസ് ബ്ലഡ്. ഇപ്പോൾ എന്താ പറഞ്ഞത്? ലോയർ ലാസ്റ്റ് എന്താ പറഞ്ഞത്? പൗണ്ട് ഓഫ് ഫ്ലഷ് നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ഒരു തുള്ളി രക്തം പോലും അന്റോണിയോയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. വിച്ച് വുഡ് റിസൾട്ട് ഇൻ ഹിസ് ലാൻഡ്സ് ആൻഡ് ഗുഡ്സ് ബീയിങ് കോൺഫിസ്കേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഓഫ് വെനീസ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് ഫ്ലഷ് എടുക്കുമ്പോൾ, മാംസം എടുക്കുമ്പോൾ ഈ രക്തം എങ്ങാനും താഴെ പോയിട്ടുണ്ടെങ്കിൽ കോൺഫിസ്കേറ്റഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. സർക്കാരിലേക്ക് സ്വത്തുക്കളെല്ലാം പിടിച്ചടക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ആകെ കൺഫ്യൂഷനായത്. കോൺഫിസ്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ടേക്കൺ അവേ ഓർ സീസ്ഡ് ബൈ ദ അതോറിറ്റി. സാഗസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാഗസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീൻ ഡിസ്ക്രിമിനേറ്റ്
സൗണ്ട് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഫാർ സൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ വിസ്ഡം, അതായത് ജ്ഞാനം, അറിവ്. ഇനി അടുത്തത് 12ാമത്തെ ചോദ്യമാണ്, വൈ വാസ് ഷൈലോസ് റെഡി ടു ടേക്ക് ദ മണി? എന്തുകൊണ്ടാണ് ഷൈലോക്ക് പൈസ തന്നെ എടുക്കാൻ അറ്റ് ലാസ്റ്റ് റെഡി ആയല്ലേ, അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Shylock was ready to take the money because he realized that if he cut off the pound of flesh and shed even a drop of Antonius' blood, he would be condemned to death and forfeit all his wealth. അപ്പോൾ അയാൾക്ക് എന്ത് മനസ്സിലായി? പൗണ്ട് ഓഫ് ഫ്ലഷ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ബ്ലഡ് അങ്ങനെ താഴെ വീണിട്ടുണ്ടെങ്കിൽ എനിക്ക് വധശിക്ഷ തന്നെ വരാം, പിന്നെ എൻ്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ശിക്ഷ വേണ്ട, പൗണ്ട് ഓഫ് ഫ്ലഷ് വേണ്ട, എനിക്ക് പൈസ മതി എന്ന് പറഞ്ഞത്. 13ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ലോയർ ആസ്ക് ആസ് എ റിവാർഡ്? അപ്പോൾ എന്താണ് ആ ലോയർ പ്രതിഫലമായിട്ട് ചോദിച്ചത് എന്നാണ് അടുത്ത ചോദ്യം. ദ യങ് ലോയർ പോർഷ്യ ഡിഡ് നോട്ട് ആസ്ക് ഫോർ എനി റിവാർഡ്, ഇൻസ്റ്റെഡ് ഷീ ആസ്ക്ഡ് ബസാനിയ ഫോർ ഹീസ് റിംഗ് ആസ് ടോക്കൺ ഓഫ് അപ്രിയേഷൻ. അപ്പോൾ എന്താ ചോദിച്ചത്? പൈസയൊന്നും ചോദിച്ചില്ല, പക്ഷെ റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡെലിവറൻസ്. ഡെലിവറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? ഡെലിവറൻസ്, ദ ആക്ട് ഓഫ് ബീയിങ് റെസ്ക്യൂഡ് ഓർ ഫ്രീഡ് ഫ്രം ഡേഞ്ചർ ഓർ ഡിഫിക്കൽറ്റി, അതായത് രക്ഷപ്പെടുക അല്ലെങ്കിൽ മോചിപ്പിക്കുക, ഇതിനെയാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. കണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടം എന്ന് പറഞ്ഞാൽ ശിക്ഷ വിധിക്കുക, ടു ഡിക്ലെയർ സംതിങ് ഓർ സംതിങ് ഗിൽറ്റി ഓർ അൺവർത്തി. കോൺസ്പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്പെയർ ടു സീക്രട്ട്ലി പ്ലാൻ വിത്ത് അതേഴ്സ് ടു ഡു സംതിങ് റോങ് ഓർ ഇല്ലീഗൽ. നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോൺസ്പെയർ എന്ന് പറയുന്നത്. ഇൻജെന്യൂയിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്ലവർനെസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് റിസോഴ്സ്ഫുൾനെസ്. അക്യൂറ്റഡ് ഓഫ് ഡിക്ലെയർഡ് നോട്ട് ഗിൽറ്റി ഓഫ് ക്രൈം ഓർ ചാർജ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഡസ് ദ പ്ലേ ബിക്കം എ കൊമിക്കൽ അഡ്വെഞ്ചർ അറ്റ് ദ എൻഡ്? എങ്ങനെയാണ് ഈ നാടകം അപ്രതീക്ഷിതമായിട്ടൊരു നേരം പോക്കായിട്ട് അവസാനിക്കുന്നതെന്ന്? ഓക്കെ, ദ പ്ലേ ബിക്കംസ് എ കോമിക്കൽ അഡ്വെഞ്ചർ അറ്റ് ദ എൻഡ് ബിക്കോസ് ദ സീരീസ് ഓഫ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ദാറ്റ് അൺഫോൾഡ്. ഒരുപാട് കാര്യങ്ങളാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യാത്തത് അവിടെ നടക്കുന്നത് അല്ലേ. Portia, disguised as a Langyonger, reveals her she was the one who received the ring from Bassanio, and she teases him about giving it away to another woman. The situation becomes even more humorous when Antonio gets involved, offering to be Bassanio a ring to give Bassanio, which turns out to be the same ring he had given away earlier. The play ends a light-hearted note with the characters laughing at the absurdity of the situation. ഒഫൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീലിംഗ് ഹേർട്ട് ഓർ അനോയ്ഡ്. yielded എന്ന് പറഞ്ഞാൽ ഗേവ് ഇൻ ഓർ സറണ്ടർഡ്. റിപ്രോച്ച്, എ ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ഓർ ഷെയിം. ശകാരിക്കുക, ചീത്ത പറയുക, അതിനെയാണ് റിപ്രോച്ച് എന്ന് പറയുന്നത്. ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രസ്, ദുഃഖിത, എ സ്റ്റേറ്റ് ഓഫ് ഗ്രേറ്റ് വറി ഓർ സാഡ്നെസ്, സങ്കടം വരിക. ഏണസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത, സീരിയസ്നെസ് ഓർ സിൻസിയാരിറ്റി, അതിനെയാണ് ഏണസ്റ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 2 ആക്ടിവിറ്റീസാണ് ഇതിലുള്ളത്. ലെറ്റസ് റീവിസിറ്റിൽ 2 ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ, അത് നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ഇവൻറ്റ്സ് ആർ ഇൻ എ ജംബിൾഡ് ഓർഡർ, പുട്ട് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ ഹാസ് എ പാരഗ്രാഫ്. Shylock lends Antonio 3,000 ducats. Portia married Bassanio. Antonio failed to pay the debts. Shylock hated Antonio because he used to lend money without interest. Shylock wanted Antonio's flesh. Portia rescued Antonio from the punishment. ഇത്രയും കാര്യങ്ങളാണ്, അത് നമുക്ക് ഓർഡറിൽ ചെയ്ത് നോക്കാം. ഷൈലോക്ക് ഹേറ്റഡ് ആൻറ്റോണിയോ ബിക്കോസ് ഹി യൂസ്ഡ് ടു ലെൻഡ് മണി വിത്തൗട്ട് ഇൻട്രസ്റ്റ്. ഇനി ഷൈലോക്ക് ലെൻഡ്സ് ആൻറ്റോണിയോ 3,000 ducats. Antonio failed to pay the debts. Shylock wanted Antonio flesh. Portia married Bassanio. Portia rescued Antonio from the punishment. ഇത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുക്കാനുള്ളത്. ഇനി അടുത്തത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2ാമത്തെ, Portia arrived disguised as a lawyer. Shylock was not ready to merciful. The young lawyer saved the life of Antonio. The day of the trial arrived. Antonio was prepared to die. The Duke pleaded with him to be kind. ഇവിടെ ഫസ്റ്റ് എന്താണ് വരിക? ഫസ്റ്റ് വരിക the day of a trial arrived. Okay, first the day of a trial arrived. The Duke pleaded him to be
വിത്ത് കൈൻഡ്. ഇതാണ് രണ്ടാമത്തെ വര. മൂന്നാമത്തേത് ബട്ട് ഷൈലോക്ക് വാസ് നോട്ട് റെഡി ടു ബി മേഴ്സിഫുൾ. അതാണ് മൂന്നാമതായിട്ട് വരിക. ഓക്കെ. അന്റോണിയോ വാസ് പ്രിപ്പയർഡ് ടു ഡൈ. ഓക്കെ. നാലാമതായിട്ട് അതാണ് വരിക. അന്റോണിയോ വാസ് പ്രിപ്പയർഡ് ടു ഡൈ. അഞ്ചാമതായിട്ട് വരുന്ന അറ്റ് ദാറ്റ് ടൈം പോർഷ്യ അറൈവ്ഡ് ഡിസ്കസ്ഡ് ആസ് എ യങ് ലോയർ. അതാണ് അഞ്ചാമതായിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ് വരിക ഏതാണ്? ദ യങ് ലോയർ സേവ്ഡ് ദ ലൈഫ് ഓഫ് അന്റോണിയോ. ഓക്കെ. ആറാമതായിട്ട് ഇതാണ് വരിക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുള്ളത്. ഇനി അടുത്ത നമുക്കൊരു ഡയറി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഡയറി എൻട്രി ഫ്രം അന്റോണിയോ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്ക്രൈബിങ് ഹിസ് ഫീലിങ്സ് അബൌട്ട് ദ ബോറോയിങ് മണി ഫ്രം ഷൈലോക്ക്. അപ്പോൾ ഷൈലോക്കിൽ നിന്ന് പൈസ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ ആ ഫീലിംഗ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് തിങ് വി ഹാവ് ടു റിമെമ്പർ നമ്മൾ ഡേറ്റ് അതേപോലെ തന്നെ സമയം എഴുതണം. അപ്പം നമുക്ക് 2 മാർച്ച് ട്യൂസ്ഡേ 10 PM എന്ന് ഇവിടെ എഴുതണം. ഐ ആം ഫിൽഡ് വിത്ത് ആങ്സൈറ്റി ആസ് ഐ ഹാവ് ജസ്റ്റ് ബോറോഡ് മണി ഫ്രം ഷൈലോക്ക്. എനിക്ക് വളരെ ആങ്സൈറ്റി ഉണ്ട്. ഐ നോ ഹീസ് എ റൂത്ത്ലെസ് മണി ലെൻഡർ ബട്ട് ഐ ഹാഡ് ടു ഹെൽപ്പ് ബസാനിയോ. അയാളൊരു ക്രൂവലായിട്ടുള്ള മണി ലെൻഡർ ആണെന്നറിയാം, പക്ഷേ എന്നിരുന്നാലും എനിക്ക് ബസാനിയെ ഹെൽപ്പ് ചെയ്യാതെ വയ്യ. ഐ ഹോപ്പ് ഐ ക്യാൻ റീപേ ദ ലോൺ ഓൺ ടൈം. എനിക്ക് സമയത്ത് തന്നെ അത് തിരിച്ചടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇനിയും പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.